ഡോക്ടർ ജെ തിലക് IAS അവർ ചീഫ് സെക്രട്ടറിയാണിപ്പോൾ. അദ്ദേഹം ജൂൺ 30 വിരമിക്കും എന്നാണ് കേൾക്കുന്നത്. സ്വാഭാവികമായും ജൂൺ 30 കഴിയുമ്പോൾ അടുത്ത ചീഫ് സെക്രട്ടറി വരും. നിലവിൽ 3-4 പേരുകളാണ് കേൾക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സഞ്ജീവ് കൗശിക്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് കേരളത്തിൽ വരുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ വന്നു എന്ന് തന്നെ അറിയത്തില്ല. അദ്ദേഹം അത് ഇവിടെ വന്ന് LDF സർക്കാരിനോടാണ് UDF സർക്കാരിനും താല്പര്യമുണ്ട് എന്ന്. കാരണം ഇതിനകത്തുള്ളൊരു പ്രശ്നം, ചീഫ് സെക്രട്ടറി പോസ്റ്റ് എപ്പോഴും സെലക്ഷൻ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ പോലും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആരാകും, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാകും, അവർ നേരിട്ടങ്ങ് ചീഫ് സെക്രട്ടറി ആകും. ആ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളിന് പീരീഡ് ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇരിക്കുന്ന ആൾ അങ്ങ് റിട്ടയർ ആയി. പീരീഡ് അതേസമയം ചെറിയ പീരീഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകുന്ന ആൾ നേരെ ഇവിടെ എത്തും. ഇനി ആഭ്യന്തര വകുപ്പിന് പോകുന്ന ആൾ അതിന് തൊട്ട് മുമ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹൈറാർക്കി. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചീഫ് സെക്രട്ടറിയുടെയിലേക്ക് അങ്ങ് പോകാനാണ് സാധ്യത. പക്ഷേ അതൊരു സെലക്ഷൻ പോസ്റ്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മാറി തീരുമാനിക്കാം. അങ്ങനെയും ഒരു ചില കാര്യങ്ങളുണ്ട്. സഞ്ജീവ് കൗശിക് ഈ പറഞ്ഞതുപോലെ IAS അദ്ദേഹം കേരളത്തിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. എത്തിയെന്നും പറയുന്നു. എന്തായാലും പിന്നെ യഥാർത്ഥ ബിശ്വന്ത് സിൻഹ ആഭ്യന്തര സെക്രട്ടറിയാണ് സീനിയർ. പക്ഷേ ആഭ്യന്തര സെക്രട്ടറിയോട് അത്ര ഒരു താല്പര്യം ഉള്ളതായിട്ട് UDF അത്ര ഒരു താല്പര്യം ഉള്ളതായിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇനി വരുമോ നമുക്കറിയത്തില്ല. അതേസമയം മനോജ് ജോഷിയും പിന്നെ രചന ഷായും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അവർ രണ്ടുപേരും ഇതിനകത്ത് സീനിയാരിറ്റി ഉള്ള ആളുകളാണ്. അവരും പക്ഷേ അവർ കേരളത്തിലേക്ക് വരുന്നില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ വളരെ വലിയ പദവിയിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് വരാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പേരുകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു പേര് കൂടിയാണ് ജ്യോതിലാൽ, KR ജ്യോതിലാൽ IASൻ്റെ പേരും കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ KR ജ്യോതിലാൽ IASനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രൊഫഷണലായി ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരു IASകാരനാണ് അദ്ദേഹം. പൊതുഭരണ വകുപ്പിൽ ദീർഘകാലം ഇരിക്കുകയും കുറേ അധികം പരിഷ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മദ്രാസ് IITയിൽ നിന്ന് BTechൽ വളരെയധികം ഉയർന്ന മാർക്കോടുകൂടി BTech പാസ്സായ ആളാണ്. MBA ഫ്രം ICFAയിൽ നിന്ന് MBA നേടിയിട്ടുണ്ട്. വളരെ പ്രമുഖമായിട്ടുള്ള ആളാണ് അദ്ദേഹം. തിരുവനന്തപുരം കളക്ടറായിരുന്നു, കണ്ണൂർ കളക്ടറായിരുന്നു. അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വലിയ സേവനം നടത്തിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിലുണ്ടായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു, IPRDയിലുണ്ടായിരുന്നു, ദേവസ്വത്തിലുണ്ടായിരുന്നു, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ടാക്സിലുണ്ടായിരുന്നു, അഗ്രികൾച്ചറിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, അനിമൽ ഹസ്ബൻഡറിയിലുണ്ടായിരുന്നു, അഗ്രികൾച്ചറിൻ്റെ ഡയറക്ടറായിട്ടും ഉണ്ടായിരുന്നു, അനിമൽ ഹസ്ബൻഡറിയിലുണ്ടായിരുന്നു, ഫിഷറീസിലുണ്ടായിരുന്നു, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോക ബാങ്ക് പദ്ധതി ജലവകുപ്പിലുണ്ട്, ജലനിധിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരയിൽ കൊച്ചി മെട്രോ കേരയിലിൻ്റെ ഭാഗമായിട്ടുള്ള മെട്രോ റെയിലിൻ്റെ ഭാഗമായി അതിൻ്റെ ചീഫായിട്ട് പ്രവർത്തിച്ചിരുന്നു. KMRAയിൽ കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലിരുന്നു. അപ്പോൾ വളരെ ഇന്നവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയും മെട്രോയുടെയൊക്കെ വളരെ ഗൗരവമുള്ള ഗതാഗതത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള നിരവധി പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഈ ധവളപത്രം ഉണ്ടാക്കാനുള്ള കമ്മിറ്റിയുടെ കൺവീനറാണ്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ KR ജ്യോതിലാൽ IAS അവർ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു IASകാരനാണ്. അപ്പോൾ അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹം ഇനി ചീഫ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ സഞ്ജീവ് കൗശിക് ആകുമോ, അതോ മനോജ് ജോഷിയും രചന ഷായും കേരളത്തിലേക്ക് വരുമോ, അതോ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുന്ന ഓഫീസറാകുമോ, അതോ ഇനി ആരാണ് ആവുക എന്നുള്ള അറിയില്ല. എന്തായാലും അതൊരു സെലക്ഷൻ പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ സീനിയാരിറ്റി മാത്രമാണോ പരിഗണിക്കപ്പെടുന്നത്, അതോ മറ്റ് പൊസിഷനുകളിൽ ഇരുന്ന കാര്യങ്ങളും ഓരോരുത്തരുടെ കഴിവും താല്പര്യങ്ങളും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൂടി പരിശോധിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, വളരെ ഇന്നവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് KR ജ്യോതിലാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും ഈ പുതിയ ഗവൺമെൻറ്റിൽ പുതിയ പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്നവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. തുറമുഖമായി ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ വയോജന വകുപ്പ് തുടങ്ങി വളരെ വിപുലമായ വ്യത്യസ്തമായ പദ്ധതികൾ, വിസ്മയ സ്വപ്ന പദ്ധതികൾ വരുമെന്നാണ്
ബഡ്ജറ്റിലും വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും KR ജ്യോതിലാൽ ചീഫ് സെക്രട്ടറി ആകുമോ, ചെറിയൊരു പീരീഡിലേക്ക് കിട്ടുമോ, അതോ ഇപ്പോൾ ഈ വരുന്ന പീരീഡിൽ കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ജൂൺ 30 പീരീഡിൽ കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷേ സീനിയാരിറ്റി വളരെയധികം ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തി വന്ന് ക്ലെയിം വയ്ക്കുകയാണെങ്കിൽ, ഞാൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കൊടുത്താണ് നമ്മളുടെ ഒരു കീഴ്വഴക്കം. അപ്പോഴും അതൊരു സെലക്ഷൻ പോസ്റ്റാണ് എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനകത്ത് ഇപ്പോൾ DGP വയ്ക്കുന്നതിലും പിന്നെ ഈ ഇതിലും ക്രമസമാധാന ചുമതലയുള്ള DGP വയ്ക്കുന്നതിലും ചീഫ് സെക്രട്ടറി വയ്ക്കുന്നതുമൊക്കെ ഒരു സെലക്ഷൻ പോസ്റ്റാണ്. പക്ഷേ നോർമൽ കോഴ്സിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ സീനിയറായിട്ടുള്ള ആളുകളെ വെച്ച് പോകും. കാരണം അവർക്ക് അങ്ങനെ വരുമ്പോൾ ഒരു പെൻഷനിലൊക്കെ ഒരു വ്യത്യാസം വരും. ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്തെന്ന് അവർക്ക് പറയാം, അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലായി പോകും അവർ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് ഓണർ ചെയ്ത് വിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് പോകുമ്പോൾ മാക്സിമം പൊസിഷൻ കൊടുത്ത് ഓണർ ചെയ്ത് വിടുന്ന ഒരു രീതിയും കൂടെ സർവീസിലുണ്ട്. സർക്കാർ ചിലപ്പോൾ ലാസ്റ്റ് ദിവസമൊക്കെ പ്രൊമോഷൻ കിട്ടിയിട്ട് ആ ഒരു ദിവസം പ്രൊമോഷൻ കിട്ടി ഓഫീസിൽ ഇരുന്നിട്ട് റിട്ടയർ ആയിട്ടുള്ള എത്രയോ പദവികളിലുള്ളവരുണ്ട്. അതും സംഭവിക്കാം, തിരിച്ചിങ്ങനെയും സംഭവിക്കാം. എന്തായാലും വളരെ പ്രൊഫഷണലായിട്ടുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ് KR ജ്യോതിലാൽ IAS അവർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് ഇരിക്കുന്നത്. ഇനി ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകുമോ അതോ ചീഫ് സെക്രട്ടറി ആകുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും വളരെ പ്രമുഖമായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള IASകാരുടെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നാണ് കേൾക്കുന്നത്. ഡോക്ടർ B അശോക് പുറത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ N പ്രശാന്ത് പുറത്ത് നിൽക്കുന്ന അവരുടെ കേസല്ല, സസ്പെൻഷൻ ഉടനെ പിൻവലിക്കുമെന്നാണ്. ഇന്നും ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഉടനെ പിൻവലിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കും ഈ പൊസിഷനുകളിലൊക്കെ അവരും വരുമെന്ന് കരുതാം. എന്തായാലും അടുത്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS അവർ മാറുമ്പോൾ ആരായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൗതുകമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം.